അയോധ്യ ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠാനന്തരം വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്ത പുണ്യതീർത്ഥം കേരളത്തിലെ ഹിന്ദു ഭവനങ്ങളിൽ എത്തിക്കുമെന്ന് വിശ്വഹിന്ദു പരിഷത്ത്. വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഹിന്ദു സമ്മേളനങ്ങളിലാണ് തീർത്ഥം വിതരണം ചെയ്യുന്നത്. VHP ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠാനന്തരം വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്ത പുണ്യതീർത്ഥം കേരളത്തിലെ ഹിന്ദു ഭക്തരുടെ ഭവനങ്ങളിൽ എത്തിക്കുമെന്ന് വിശ്വഹിന്ദു പരിഷത്ത്. കേരളത്തിൽ മൊത്തം വിതരണം ചെയ്യാനുള്ള തീർത്ഥം അയോധ്യയിൽ നിന്നും എറണാകുളം പാവക്കുളം മഹാദേവ ക്ഷേത്രത്തിലും അവിടെ നിന്നും കൊല്ലം മഹാനഗരത്തിലേക്കുള്ളത് പാരിപ്പള്ളി മുതൽ ശക്തികുളങ്ങര വരെ കൊല്ലം പുതിയകാവ് ഭഗവതി ക്ഷേത്രത്തിലും എത്തിച്ചു. കൊല്ലത്തെ 17 കേന്ദ്രങ്ങളിൽ നടക്കുന്ന ഹിന്ദു സമ്മേളനങ്ങളിൽ വിതരണം ചെയ്യാനുള്ള തീർത്ഥം 31 രാവിലെ 10 കൊല്ലം പുതിയകാവ് ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യും. ബ്രഹ്മചാരിണി തന്മയാമൃതാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തും. 17 സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രോഗ്രാം കോർഡിനേറ്റർമാർ തീർത്ഥകുംഭം ഏറ്റുവാങ്ങുമെന്ന് ഭാരവാഹികൾ കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അയോധ്യയിലെ അക്ഷത വിതരണത്തിന് ശേഷം ആ ക്ഷേത്രത്തിൽ ഭഗവാന്റെ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്തിട്ടുള്ള തീർത്ഥം കേരളത്തിലെ എല്ലാ ഭവനങ്ങളിലും എത്തിക്കുന്ന ഒരു വലിയ യജ്ഞത്തിനാണ് വിശ്വഹിന്ദു പരിഷത്ത് തുടക്കം കുറിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ തുടർപ്രവർത്തനം എന്നുള്ള നിലയിൽ അയോധ്യയിൽ നിന്നുള്ള തീർത്ഥം എറണാകുളം പാവക്കുളം ക്ഷേത്രത്തിൽ എത്തിക്കുകയും അവിടെ നിന്ന് കൊല്ലത്തേക്കുള്ളത് കൊല്ലത്ത് പാരിപ്പള്ളി മുതൽ നമ്മുടെ നീണ്ടകര വരെയുള്ള ഭാഗത്തെ സംഘടനാദൃഷ്ടിയിൽ VHP കൊല്ലം റവന്യൂ ജില്ലാ സെക്രട്ടറി മനേഷ് തമ്പി, സംഘടനാ സെക്രട്ടറി സുധാകരൻ, ജില്ലാ പ്രസിഡന്റ് B കൃഷ്ണകുമാർ, സെക്രട്ടറി B ഉണ്ണി, ജോയിന്റ് സെക്രട്ടറി വിജയൻ പിള്ള എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത്. കൊല്ലം മഹാനഗരം എന്ന് പറയുന്ന പ്രദേശത്തേക്കുള്ള തീർത്ഥം പുതിയാവ് ക്ഷേത്രത്തിലാണ് എത്തിച്ചിരിക്കുന്നത്. ആ പുതിയാവ് ക്ഷേത്രത്തിൽ എത്തിച്ചിരിക്കുന്ന തീർത്ഥം നാളെ രാവിലെ 10 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മഠത്തിലെ തന്മയാനന്ദ തീർത്ഥ അത് അനുഗ്രഹ പ്രഭാഷണത്തോടുകൂടി അത് അവിടെ വെച്ച് വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.